To the break. Stay tuned. അന്ധവിശ്വാസം ഉന്മാദം തന്നെ. പക്ഷേ ആ ഉന്മാദം ഉണ്ടാക്കി തീർക്കുന്ന ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ സാഹചര്യം ഇവിടെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ നെഗറ്റീവായ ആസ്പെക്റ്റുകളെ പൊളിച്ചെഴുതുവാൻ അന്ധവിശ്വാസത്തിൻ്റെ ചില സങ്കല്പങ്ങളുടെയും ഇമേജുകളുടെയും സൗന്ദര്യങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ ഈസ്തറ്റിക്സിൽ തന്നെ ഊന്നിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് പുതിയൊരർത്ഥം ഈ ഒരു അന്ധവിശ്വാസം എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ നമുക്ക് ഉപയോഗം വരുന്ന രീതിയിൽ നമുക്ക് വളരെ നല്ലവണ്ണം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു. I am a little superstitious person personally. Actually, I believe that superstitions lead give us a little positive energy. ചെറുതിലെ മുതൽ കേട്ട് വരുമ്പോൾ നമ്മൾ തനിയെ വിശ്വസിച്ച് പോകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ യൂത്ത് ഇതൊന്നും വിശ്വസിക്കുന്നുണ്ടെന്ന്. So welcome back after the break. Science or superstition is the question here. How do we know? Now, none of the panelists who practice astrology or numerology or feng shui claim that what they practice is science. But they also believe that it is something which has been standardized over a period of time with known experiences is what they claim. പക്ഷെ അതിൻ്റെ ബേസിക് ടെനറ്റ് എന്ന് പറയുന്നത് ചേച്ചി, ഐ വോണ്ട് ടു നോ ഫ്രം യു. ഇപ്പം നമ്മൾ സ്റ്റാർസിനെ കുറിച്ചും കോൺസ്റ്റലേഷനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എത്രത്തോളം ബാധിക്കും? ഇറ്റ് സൗണ്ട്സ് വെരി ഇംപ്രോബബിൾ ടു മീ. വാട്ട് ഈസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അസ്ട്രോളജി അല്ലെങ്കിൽ ഹസ്തരേഖ കൈകാര്യം ചെയ്യുന്നത് ആ ഒരു ടൂൾ ഉപയോഗിക്കുകയാണ്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് ആ വ്യക്തിയിൽ എന്ത് ഗുണങ്ങളാണുള്ളത്, അതായത് നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ തന്നെ 5 എലമെന്റുകളുടെ ചേർച്ചയാണ്, അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയിലും ആ എലമെന്റിന്റെ ചേർച്ച അനുസരിച്ച് അവരിലുള്ള പ്രാണ ലെവലിന് വ്യത്യാസം വരും. അതനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും, ചിന്തകളിൽ വ്യത്യാസം ഉണ്ടാകും, സ്ഥൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ അവർ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലെൻസ്, അത് വെച്ചിട്ട് ഈ വ്യക്തിയിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചായിരിക്കും അവർ പ്രതികരിക്കുക. ഇപ്പൊ ഫയർ എലമെന്റ് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാം ഗ്രഹങ്ങളും ബേസിക്കലി എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊസിഷൻ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരിടത്താണല്ലോ. അതുപോലെ ഒരു ആശുപത്രിയിലെ ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ ഇത്രയും പേര് ഒരു ആശുപത്രി തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ഒരേ ആശുപത്രിയിൽ തന്നെ ജനിച്ചാലും ഒരു സ്പേസിൽ ഒരാളെ ജനിക്കുന്നുള്ളൂ. അപ്പൊ ആ സ്പേസ് എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് വരെ കടക്കുന്നുണ്ടോ? ടൈമും തമ്മിൽ അത്രയും സൂക്ഷ്മമായിട്ടുള്ള പഠനങ്ങൾ നമ്മൾക്ക് ലഭ്യമല്ല. എങ്കിൽ പോലും ആ വ്യക്തിയിൽ ഒരു ജീവൻ വന്ന് ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ചതിന് ശേഷം അവരുടെ കർമ്മങ്ങൾ വാസനാസുമായിട്ടും മരിച്ചു പോകുന്നു. മരിച്ചു പോയി കഴിഞ്ഞാൽ അത് സമഷ്ടി മനസ്സിലേക്ക് ലയിക്കുന്നു. സമഷ്ടി മനസ്സെന്ന് പറയുന്നതാണ് ഒരു ജാതകത്തിലെ ചന്ദ്രന്റെ പൊസിഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ജ്യോതിഷത്തിലെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് ആ വ്യക്തിയുടെ മനസ്സിന്റെ 3 തലങ്ങളെ പറ്റിയുമുള്ള ഒരു അവബോധം നമുക്ക് കിട്ടും. കുറച്ചു നേരമായിട്ട് ആര് വന്നാലും എനിക്ക് ചോദ്യം ചോദിക്കാൻ ഞാൻ ഇപ്പോഴും അവരെ അനുവദിക്കാറുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറയുന്നു, ഈ ഇന്ന ഫലം സംഭവിക്കും, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ തീർച്ചയായും അവർക്ക് ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരെയാണ് എനിക്കിഷ്ടം. അതുപോലെ കൈ നോക്കിയിട്ട് ഇന്നത് കൊണ്ടാണ് ഇന്നത് എന്ത്. അപ്പൊ എല്ലാം ഒരു കാൽക്കുലേഷന്റെ ബേസിസിലാണ്, നേരത്തെ ചിട്ടപ്പെടുത്തിയ രീതികൾ. ഒരിക്കലും യാതൊരു മാഡത്തിന്റെ പേഴ്സണൽ അസസ്മെന്റ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായി മറുപടി പറയാൻ അറിയില്ല. എനിക്ക് ഓരോ വ്യക്തികളും ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ പോലെ വേറൊരാളില്ല. അതാണ് എപ്പോഴും ഈ ജ്യോതിഷത്തെ പറ്റി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ കാരണം ഈ ടൂള് തന്നെ വേറൊരാൾക്ക് എടുത്ത് നമ്മൾക്ക് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ അനുഭവം അല്ല മറ്റൊരാൾക്ക് ഉണ്ടാകുക. ഭൂമിയിൽ എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും അവരുടെ വാസനകൾ, അവരുടെ അനുഭവങ്ങൾ, കർമ്മങ്ങൾ വ്യത്യസ്തമാണ്. അവരിലുള്ള എനർജി ലെവൽ വ്യത്യാസമാണ്. അപ്പോൾ അതനുസരിച്ച് ഈ നിയമങ്ങളെ നമ്മൾ അതിനനുയോജ്യമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. 2 പോയിന്റാണ് അതിലൊന്ന്. ഈ 2 കാര്യങ്ങളുണ്ട്, അന്ധവിശ്വാസം, 2 അന്ധ അവിശ്വാസം. രണ്ടുമുണ്ട്. അന്ധവിശ്വാസിയുണ്ട്, അന്ധ അവിശ്വാസിയുണ്ട്. അപ്പം പലപ്പോഴും ഈ ഒരു എക്സ്ട്രീമിൽ അന്ധവിശ്വാസം ഉള്ളവരെ ചിലർ അന്ധമായി അങ്ങ് വിശ്വസിക്കും. ഒന്നിനെ കുറിച്ച് പഠിച്ചു കാണില്ല, ചിന്തിച്ചു കാണില്ല, അറിഞ്ഞു കാണില്ല, അന്വേഷിച്ചു കാണില്ല. പക്ഷേ ഇതെല്ലാം ഇതെല്ലാം വിശ്വസിക്കുന്നതിന് തെറ്റ് എന്ന് പറയുന്നതും അന്ധമാണ്. കാര്യം സയൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. ഇപ്പൊ ഉദാഹരണം സൈക്കാട്രി ഫോൾ സയൻസ് ആണെന്ന് പറഞ്ഞ് 60s ആന്റി സൈക്കാട്രി മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം സൈക്കാട്രി തന്നെ ഒരു കപടശാസ്ത്രമാണെന്ന് പറഞ്ഞ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. സൈക്കോളജിയെ കുറിച്ച് ഒരുപാട് കപട
തത്വശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതൊന്നും മാറില്ല. ഇനി രണ്ട് മാഡത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, നമ്മുടെ ഫോറൻസിക് സയൻസിന്റെ സ്റ്റഡീസ് പറയുന്നത് എന്റെ ഫിംഗർ പ്രിന്റ് പോലെ കഴിഞ്ഞ 10,000 വർഷങ്ങളിലെ 10,000 കോടി മനുഷ്യർക്ക് ഒരാൾക്കും ഇല്ലാന്ന, അത്രമാത്രം യുണീക്ക് ആയിരിക്കും എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ അസംഷൻ. അപ്പൊ എന്തുകൊണ്ട് ഒരാളുടെ രേഖ യുണീക്ക് ആയിക്കൂടാ? അപ്പൊ ഇതൊരു ബേസ് ആണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ അപകടം രണ്ട് എക്സ്ട്രീംസിലേക്ക് പോകരുത്. ഒന്നെങ്കിൽ നിങ്ങൾ മിണ്ടരുത്, ഇതാണ്, ചോദ്യം ചെയ്യേ വേണ്ട, വേറെ ആരും ഇതിനെക്കുറിച്ച് ആലോചിക്കരുതെന്ന് പറയുന്ന ഒരു വസ്തും, മറുവശത്ത് ഇതെല്ലാം തെറ്റാണ്, വ്യാജമാണ്, തട്ടിപ്പാണ്, ഞങ്ങൾ മാത്രമാണ് ബുദ്ധിമാന്മാർ, ബാക്കിയുള്ളവർക്ക് ആർക്കും ബുദ്ധിയില്ല, ഇത് വിശ്വസിക്കുന്ന ഒരു വട്ടന്മാരാണെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഒന്ന്. ഇനി ഒരു വരിയും കൂടെ, ഈ കാലത്തിന്റെ മറ്റൊരു പ്രശ്നം, ഈ എന്ത് വാക്കിന്റെയും കൂടെ ശാസ്ത്രീയം എന്നൊരു വാക്ക് ചേർത്താൽ നന്നായി. എന്ത് കാര്യങ്ങളുടെ കൂടെ ശാസ്ത്രീയം എന്ന് ചേർത്താൽ മതി. ഇത് കഴിഞ്ഞ 100-150 വർഷമായിട്ടുണ്ട്. അതുകൊണ്ടാണ് സോഷ്യലിസം കൊണ്ടുവന്നപ്പോൾ ചില ആൾക്കാർ സയന്റിഫിക് സോഷ്യലിസം വിളിച്ച് അതിനെ ശാസ്ത്രീയം എന്നൊരു മേപ്പൊടി കൊടുക്കാൻ നോക്കുന്നത്. ഇത് തന്നെയാണ് പക്ഷിശാസ്ത്രക്കാർ ചെയ്യുന്ന ശാസ്ത്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയ സോഷ്യലിസം മഹത്തരവും ശാസ്ത്രീയ പക്ഷിനോട്ടം ഇത് ചോദ്യം ചെയ്യണമെങ്കിൽ തന്നെ, ഇത് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും അസ്യൂം ചെയ്യേണ്ടതുണ്ട്. അല്ല, പഠിച്ചിട്ട് അസ്യൂം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല, പഠിച്ചിട്ടാണെങ്കിലും അസ്യൂം ചെയ്യേണ്ടത് ഇല്ലേ? അതിൽ അസംഷൻ ഇപ്പൊ ഇവര് ഇപ്പൊ മാഡം പറഞ്ഞ ചില കാര്യങ്ങൾ അനുഭവങ്ങളുടെ ബേസിൽ, ഞാൻ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരാൾക്ക് അനുഭവം ഉണ്ടാവുന്നു, അതൊന്നിന്റെ ഒരു തെളിവല്ല, അയാളുടെ ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇപ്പോൾ ശാസ്ത്രത്തിൽ ഇപ്പോൾ പറയുന്ന ഒരാളുടെ കൈയുടെ രേഖ കണക്ക് വേറൊരാളുടെ കൈക്കുണ്ടാവില്ല, ഒരാളുടെ വ്യക്തിത്വം കണക്ക് വേറൊരാളുണ്ടാവില്ല. യുണീക്കാണ്, അത് വലിയ സംഭവമാണ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഏത് വസ്തു എടുത്തു, കാരണം ഈ ഇരിക്കുന്ന ഈ ക്യൂബിക്കൽ ഇതേ കണക്ക് ഒരെണ്ണം കൃത്യമായിട്ട് വേറെ ഉണ്ടാക്കാവും. ഈ സാധനത്തിന്റെ ഇതേ കണക്കുള്ള ഫോർമാറ്റ്, കളർ, ഇത് മനുഷ്യരുടെ കൈയോ അല്ല അവരുടെ വ്യക്തിത്വം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാർട്ടിക്കിൾ കോമ്പിനേഷൻസും യുണീക്കാണ്. അത് യുണീക്ക് ആവുന്നത് അതങ്ങനെയാണ്. അതിന്റെ പ്രോബബിലിറ്റി തിയറി വെച്ച് വരുമ്പോൾ നമ്മൾ വിവിധങ്ങളായിട്ട് വരുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായിരിക്കും, ഒന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ്. ഇപ്പൊ സ്പേസിനെ കുറിച്ച് പറഞ്ഞു, സത്യം പറയാൻ ഭയങ്കര രസമായി പോയി. 12 രാശികളായിട്ടാണ് മൊത്തം ഇത് വിഭജിക്കുന്നത്. 12 രാശികള് എന്തായാലും ഒരു ഹോസ്പിറ്റല് ഒരു രാശിക്കകത്ത് വരും. ആ ഹോസ്പിറ്റൽ വന്നില്ലെങ്കിൽ ആ പ്രദേശത്തുള്ള കിലോമീറ്റർ ഏരിയയിലുള്ള ബാക്കി ഹോസ്പിറ്റലുകളെല്ലാം ഒരു രാശിക്കകത്ത് വരും. അവിടെ വരുന്ന നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്ന് അദ്ദേഹം മാഡം പറഞ്ഞു. അവർ പറഞ്ഞു എനിക്ക് ഗ്രഹങ്ങൾ ഏതാണെന്ന് അറിയില്ലായിരുന്നു, രാഹുവും കേതുവൊന്നും. ഇന്നും അറിയാൻ പറ്റില്ല, ഇനിയും അറിയാൻ പറ്റില്ല. ആരും രാഹുവും കേതുവൊന്നും ഇല്ലാത്ത സാധനങ്ങൾ മാഡം അറിയാൻ പോകുന്നില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞു എല്ലാത്തിനെയും കൂടെ ശാസ്ത്രം ചേർക്കുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ അഡ്വാൻറ്റേജ് വരുന്നു. അത് ശരിക്കും ശാസ്ത്രം എന്ന് പറയുന്നത് ഈ സൂപ്പർസ്റ്റിഷൻസ്, ഒക്കൾട്ട് സയൻസ് എന്ന് വരെ ഇവിടെ പറഞ്ഞു ഭയങ്കര രസകരമായി പോയി. ദേ ആർ ആക്ച്വലി ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് സയൻസ് ആൻഡ് കട്ടിംഗ് ദ റൂട്ട്സ് ഓഫ് സയൻസ്. ശാസ്ത്രം എന്നുള്ള ഒരു പരിവേഷം ഇതിനെല്ലാം കൊടുത്തിട്ട് ഇവരാരും ഇപ്പൊ തന്നെ ശാസ്ത്രം എന്ന് പറഞ്ഞ് കുറ്റിയും പറിച്ചിട്ട് ഓടുക. ഞങ്ങൾ ശാസ്ത്രമൊന്നുമല്ല, ഞങ്ങൾ അനുഭവം വിവരിക്കാൻ വന്നിരിക്കുകയാണ്, ഞങ്ങളുടെ അത് ചോദിക്കൽ ഇത് ചോദിക്കൽ, ഞങ്ങൾ ഇറങ്ങി ഓടിക്കളയും, നോ ഡിബേറ്റ്, നോ തർക്കം. എന്താ കാര്യം? അവരുടെ ഔദാര്യമല്ല, ഗതികേടാണ്. ദേ കനോട്ട് ഡിഫെൻഡ് ഇറ്റ് ഓൺ സയന്റിഫിക് ലൈൻസ്. There's no two way about it. എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഇങ്ങനെയുള്ളവർ വിവക്ഷിക്കുന്നത്? വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും കാര്യങ്ങളെ ഇല്ലേ? ഞാൻ പറയട്ടെ, ശാസ്ത്രീയ ഉത്തരം അദ്ദേഹം പറയണം. ഞാൻ പറയണം, ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണോ എല്ലാം വിശദീകരിക്കുക? നമുക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അക്യൂമുലേറ്റഡ് നോളജ് ആണ്. നമ്മൾക്ക് ഇന്ന് വിവരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ വിവരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോകാൻ കഴിയാത്ത മേഖല, യുക്തിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നു, കടലാണ്, രണ്ടുപേർക്കും നീന്തൽ അറിയില്ല. നമ്മൾ അവിടെ യാത്ര നിർത്തുക. നിങ്ങൾ പറയുകയാണ് ഈ കടൽ കഴിഞ്ഞിട്ട് 7 മഹാസാഗരങ്ങളുണ്ട്, അത് കഴിഞ്ഞൊരു വലിയ സാഗരമുണ്ട്, അതിന്റെ കീഴിൽ ഒരു പച്ച എലികളുണ്ട്, ആ പച്ച എലികൾക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയാം എനിക്ക് വേറെ പണിയുണ്ട്. അന്ധമായ വിശ്വാസം. സാർ, ഇതേ മാനദണ്ഡമായിരിക്കും സയന്റിഫിക് സോഷ്യലിസത്തിന്റെ കാര്യത്തിലും എടുക്കുന്നത്? സയന്റിഫിക് സോഷ്യലിസം ഒരു രാഷ്ട്രീയ വിഷയമാണ്. രാഷ്ട്രീയ സോഷ്യലിസം സയന്റിഫിക് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇതിന്റെ പശ്ചാത്തലം എന്താ അറിയാം? കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ ഈ തീവ്ര ഇടത്, നല്ല ഇടതെന്ന് പറയില്ല, തീവ്ര ഇടത് പ്രസ്ഥാനങ്ങളുടെ ബൗദ്ധിക പരിസരത്തിൽ നിന്ന് ബാക്കി എല്ലാരും തെറ്റാണെന്നും ഞങ്ങൾ മാത്രം കേമന്മാരും എന്നും പറയുന്ന, ബാക്കി എല്ലാവർക്കും ഭ്രാന്താണെന്നും ഞങ്ങൾ മാത്രം മിടുക്കരും എന്ന് പറയുന്ന വളരെ സങ്കുചിതമായ കേവല യുക്തിവാദമാണ്. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഇഗ്നോറന്റ് ആണ്, അവിശ്വാസിയാന്ന് കൂട്ടിക്കൊള്ളു. ഞാനൊരു അന്ധമായ അവിശ്വാസിയാണ്, എനിക്ക് ഒന്നും അറിയില്ല ഇതിനെ കുറിച്ച്. പക്ഷെ ഞാൻ ബേസിക് ആയിട്ട് ഒരു ചോദ്യം, ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന ചോദ്യമാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ല, അല്ലാതുള്ളവർ, ഇത്രയും മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് കിടക്കുന്ന ദൂരത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾക്ക്
പ്ലാനറ്റ്സ് ആവാം, സ്റ്റാർസ് ആവാം, കോൺസ്റ്റലേഷൻ ആവാം, അവർക്കാണ് നമ്മളെ കൂടുതൽ ബാധിക്കാൻ പറ്റുമോ? നമ്മൾ നിൽക്കുന്ന ഈ ഗ്രഹത്തിന്, എർത്തിനാണോ നമ്മളെ കൂടുതൽ ബാധിക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യുക? താങ്കൾ തന്നെ കുട്ടിക്കാലത്ത് പഠിച്ചിരിക്കും എന്തുകൊണ്ടാണ് ചന്ദ്രന്റെ ആകർഷണം കൊണ്ട് വേലിയേറ്റവും വലിയ ഉറക്കം ഉണ്ടാകുന്നത്. അത് ഇത്രയും കടന്നില്ലേ വരുന്നത്. ഇതൊക്കെ പക്ക ഇദ്ദേഹം ഇപ്പൊ പറയും സയൻസ് എന്ന് പറയുന്നത് പോലെ. ഇതുപോലെ എന്തുകൊണ്ട് മനുഷ്യ മനസ്സിന് നിലാവിനെയും അതുപോലെ സൂര്യപ്രകാശത്തിനെയും സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റും? അതുപോലെ തന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാണ്, മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ഔട്ട് ആയിട്ടുള്ള സ്റ്റാർസും കോൺസ്റ്റലേഷൻ, അതിന്റെ പ്രകാശം തന്നെ നമ്മുടെ അടുത്ത് എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അവർക്ക് എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പറ്റും? ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. ഇതൊരു അന്ധവിശ്വാസിയോ വിശ്വാസിയുടെ കാര്യമല്ല. ഡിബേറ്റ് ഇപ്പൊ മൂണിന്റെ വേലിയേറ്റവും വേലിയിറക്കവും, അല്ലെങ്കിൽ മൂണിന്റെ ആകർഷണത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത കൊണ്ടുണ്ടാകുന്ന വേലിയേറ്റവും വേലിയിറക്കവും. പക്ഷെ നമ്മുടെ ഇവിടെ ഈ എർത്തിലുള്ള ഇവിടെയുള്ള എല്ലാ പ്ലാനറ്റ്സിലുമുള്ള ഭൗതിക സാഹചര്യങ്ങളെ കാര്യമായിട്ട് വ്യതിയാനം അതിൽ വരുത്താനും അതിനെ സ്വാധീനിക്കാനും നമ്മുടെ ബാക്കിയുള്ള സ്റ്റെലാർ ബോഡീസിന് പറ്റും, ഹെവൻലി ബോഡീസിന് പറ്റും. ഇതൊക്കെ ദിസ് ഈസ് ഓൾറെഡി സയന്റിഫിക്കലി പ്രൂവ്ഡ്. So why do we have a heavenly body science? Why don't we have an earth science that determines our future? ഒരു സെക്കൻഡ്. രണ്ടാമത്തെ കാര്യം, ഈ സെഡ് ദാറ്റ് 8.5 മിനിറ്റ് മതി, മാക്സിമം പോയാൽ 8.5 മിനിറ്റ് മതി സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ. അത് ഒരു ലൈറ്റ് ഇയർ അകലെയല്ല, അത് ഒരുപാട് ദശാംശം വെച്ചാണ് എടുക്കേണ്ടത്. ഇനി ചന്ദ്രന്റെ ചന്ദ്രന്റെ ആകർഷണം കൊണ്ട് ഭൂമിയിലെ വെള്ളം ഉയരുന്നത് ചന്ദ്രൻ വളരെ അടുത്ത് നിൽക്കുകയാണ്. ശരാശരി 3,70,000 കിലോമീറ്റർ ആണ് അതിന്റെ ഇത് വരുമ്പോൾ വരുന്നത്. അപ്പോഴും പെരിജിയിൽ എടുക്കുമ്പോൾ അത് അടുത്ത് നിൽക്കുന്നുണ്ട്, വെള്ളമാണ് ഉയരുന്നത്. അതെന്തുകൊണ്ടാണ് വെള്ളം ഉയരുന്നത്? ഇറ്റ്സ് ലിക്വിഡ് ആയതുകൊണ്ടാണ്. അത് ശാസ്ത്രമാണ്. അത് വെച്ച് നിങ്ങളുടെ കല്യാണം നടക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ചെറുക്കൻ കറുത്തതാണോ വെളുത്തതാണോ മദ്യപാനിയാണോ എന്നുള്ളൊരു രീതിയിൽ അത് സ്വാധീനിക്കുമെന്ന് പറയുന്നിടത്താണ് ശരിക്കും ഒന്നാം തരം തട്ടിപ്പ് വരും. തീവ്രമായ ഭാഷയുടെ എക്സ്ട്രീമിലേക്ക് പോവാണ്. ഇത് നമുക്ക് ഒന്നെങ്കിൽ ആശാന്റെ എന്നതല്ല, ഒരു നല്ല സയന്റിഫിക് ജീവിത അനുഭവം എന്താണെന്ന് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. താങ്കൾ ഇപ്പൊ വലിയ കാര്യത്തിലൂടെ പറയുന്നു എനിക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല. താങ്കൾക്ക് ഇപ്പൊ 40-45 വയസ്സ് പ്രായം ഉണ്ടാവും. ഞാനൊരു വീട്ടിൽ ചെല്ലപ്പെടുത്തേക്ക് ആ വീട്ടിലെ അനുഭവം എന്താണെന്ന് അവർ പഠിക്കുന്നു. ആ വീട്ടിലെ ഗ്രഹനാഥൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. ആ വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് മിണ്ടാതിരിക്കുന്ന ഗ്രഹനാഥൻ എന്റെ ആ വീടിന്റെ 4 ചുറ്റും വന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് അവർക്ക് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ആ രീതിയിലുള്ള സംഭവമുണ്ട്. അവിടെ തട്ടുപ്പിന്റെയോ കൊളുപ്പിന്റെ കാര്യമില്ല, അനുഭവങ്ങൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കുന്നു. ഒരൊറ്റ അനുഭവം ഞാൻ പറയട്ടെ, ഒറ്റ അനുഭവം ഇവരെത്രയും പറഞ്ഞു. ഫാത്തിമ എന്ന് പറഞ്ഞ പോർട്ടുഗലിൽ ഒരു നഗരമുണ്ട്. 1947 അവിടെ 70 ലക്ഷം പേര് കത്തോലിക്കര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ പൊട്ടി വീഴുന്നു എന്നൊരു അനുഭവം അവർക്കുണ്ടായി. അത് പിറ്റേന്നുള്ള എല്ലാ ഇറ്റാലിയൻ റോമൻ പത്രങ്ങളിലെല്ലാം വന്നു. അത് നടന്ന സംഭവമാണ്. 70,000 പേർക്ക് സൂര്യൻ പൊട്ടി വീഴുന്നതായിട്ട് തോന്നുകയാണ്. പത്രങ്ങളെല്ലാം വന്നാണ്. ഒരാൾക്ക് തോന്നിയാൽ അംഗീകരിക്കാം, 2 പേർക്ക് തോന്നിയാൽ പറയാം. ഇത് 70,000 പേര്, 7 അല്ല 70,000 പേരാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? സൂര്യൻ പൊട്ടി വീണിട്ട് ഭൂമിയിലേക്ക് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച ഇവിടെ ഇപ്പം നടക്കില്ലല്ലോ. പക്ഷെ അങ്ങനെ അനുഭവം 70,000 പേർക്ക് ഒരേ സമയം ഉണ്ടായി എന്നുള്ളതിന്റെ വ്യക്തമായ രേഖകൾ അന്നത്തെ പത്രങ്ങളിലുണ്ട്. വ്യക്തിപരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിലയിലാണ് പോകുന്നത്. അതിന് ഒരുപാടിടത്ത് സംഭവിക്കുന്നുണ്ട്. അല്ല, ചന്ദ്രന് ഭൂമിയിലുള്ള ജലത്തിനെ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 70% കൂടുതൽ ജലമാണല്ലോ. അപ്പൊ ആ ഒരു ജലത്തിനും ഈ ചന്ദ്രന്റെ ഒരു സ്വാധീനം ഉണ്ടാവില്ലേ? അതാണ് ഞാൻ ഏറ്റവും കേട്ടിട്ടുള്ള ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സൂര്യന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ളതാണ്. ഞാനിവിടെ മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അവേ അങ്ങ് ദൂരെ കിടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിന് മറുപടി പറയേണ്ടതുണ്ട് കേട്ടോ. മാഡം പറഞ്ഞ ശുദ്ധ ശാസ്ത്രീയമായിട്ട് തെറ്റാണ്. ഇനി വാക്കുകൾ ഇച്ചിരി കട്ടിയാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കാന്തികത എന്ന് അവർ സ്ഥിരം പറയാറുണ്ട്. എന്താണ് കാന്തികത എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. എങ്ങനെയാണ് കാന്തികത ഉണ്ടാവണമെങ്കിൽ അയണൈസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കണം മാറ്റർ നന്നായിട്ട് ചുഴറ്റപ്പെടും. നമ്മുടെ ഇപ്പൊ ഭൂമിക്ക് എന്തുകൊണ്ടാണ് കാന്തികത ഉള്ളത്? അതിന്റെ ഇന്നർ കോറിൽ ഹൈ ടെമ്പറേച്ചറിൽ മാറ്റർ ചുഴറ്റപ്പെടുന്നതുകൊണ്ടാണ് 2 പൊളാരിറ്റി ഉണ്ടാവുന്നത്. അതാണ് കാന്തികത. അങ്ങനെയാണ് ആകർഷണം ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കിടക്കുമ്പോൾ നമ്മുടെ ദിശ നോക്കിയൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് നമുക്ക് എങ്ങനെയാണ് പൊളാരിറ്റി ഉണ്ടാവുന്നത്? വി ആർ സ്റ്റഡി ആൻഡ് വി ആർ സ്ലീപ്പിംഗ്. ദർ ഇസ് നോ ചാൻസ് ഓഫ് ഗെറ്റിംഗ് അവർ അയൺസ്, ആറ്റംസ് ചാർജ്ഡ് ആൻഡ് പോളറൈസ്ഡ്. പോളറൈസ് ചെയ്യാനും സാധ്യതയില്ല, ഇനി ചാർജ് ചെയ്യാനും സാധ്യതയില്ല. നമ്മുടെ കാന്തികത എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിളി ഏറ്റവും എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. അതും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് നിങ്ങൾ കാന്തികത കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ ജലമുണ്ടല്ലോ, ഈ ജലത്തെ ചന്ദ്രൻ ആകർഷിക്കും. അല്ല, അതിന് ഒരു വരി തിരിച്ചറിയാം. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, എവിടെയാണ് ഈ മാക്സിമലിസ്റ്റ് വോയിസുകൾ വരുന്നത്, എക്സ്ട്രീം വോയിസ് വരുന്നത്? ഈ കേവല യുക്തിവാദം ഒരു വശത്ത്, ബാക്കി ഇത്തരം വിശ്വാസങ്ങൾ മറുവശത്ത്. ഇന്ന് ശരിക്കും നാട്ടിൽ സിംഹവാലം കുരങ്ങന്മാരെക്കാട്ടി കുറവാണ് യുക്തിവാദികൾ. അത്രമാത്രം നാമമാത്രമാണ്. ഞാൻ പല സമ്മേളനങ്ങളിൽ പോകുന്നുണ്ട്. കൂടി എന്നാൽ 10-20 ചെയറിന് ചുറ്റും നീട്ടിട്ടിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം ആൾക്കാർ ആരാധകർ കൂടുന്നു. അപ്പൊ ഇവർക്ക് ആൾക്കാരില്ലാത്തതിന്റെ രസഹിഷ്ണുത ബാക്കി എല്ലാവർക്കും അതാണ് നിഷ്പക്ഷം. അതാണ് കാര്യം. റിയാലിറ്റി ടു. ഇനി 2
റിയാലിറ്റി എന്താ നിർവചനം വേറെ. അപ്പൊ ഈ അസഹിഷ്ണുത പലപ്പോഴും ഞങ്ങളൊരു മിനിസ്ക്യൂൾ മൈനോറിറ്റി മഹാന്മാരും ബാക്കിയുള്ള ഒരു മണ്ടന്മാരും എന്ന് പറയുന്നതാണ്. ഇനി രണ്ട് പലതും സിംബോളിസമാണ്. സയൻസിന്റെ കാര്യം തന്നെ ചിലത് സിംബോളിസമാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് ഞാൻ കൊച്ചു പ്രായത്തിൽ ഇന്ന് ചില പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു എന്ന് പറഞ്ഞ വാർത്ത കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറിയ പ്രായത്തിൽ വിചാരിച്ചിരുന്നത് എന്താ, കുറെ പേര് ഓടി വന്ന് ട്രെയിനിന്റെ ഫ്രണ്ട് ചാടി തടയാന്നൊക്കെയാണ്. പിന്നാണ് മനസ്സിലാക്കിയത് കുറെ പേര് കൊടിയായിട്ട് നിന്ന് ഏതെങ്കിലും നിർത്തിയിപ്പിക്കുന്ന ട്രെയിനിന്റെ ഫ്രണ്ടിൽ നിന്ന് ബഹളം വെക്കുന്നതിനെ ട്രെയിൻ തടയുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ ലാംഗ്വേജിന്റെ യൂസ് ഇതൊക്കെ വളരെ ഇതിൽ ഇമ്പോർട്ടന്റ്. മാത്രമല്ല ഈ ഭാഷ വെച്ച് മാത്രം ഇതിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ അതങ്ങ് ചോർന്നു പോകും. ഇതിലെ ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, ഒരെണ്ണം ഒരു പ്രത്യേക വിഷയം ശാസ്ത്രം എന്ന് വിവക്ഷിക്കപ്പെടുന്നത് കണ്ടുപിടുത്തങ്ങളിലൂടെയും ദിനം പ്രതിയുള്ള അതിലെ എക്സസൈസുകളിലൂടെയും പാമിസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാമിസ്ട്രിയില് വളരെയധികം പഠനങ്ങൾ നടക്കുന്നുണ്ട്, സയന്റിഫിക് ആയിട്ടുള്ള വാലിഡേഷൻ നടക്കുന്നുണ്ട്, എംപിരിക്കൽ എവിഡൻസ് ഒരു കളക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു തരാം. ലോറി റീഡ്, നമ്മുടെ മെഡിക്കൽ പാമിസ്ട്രി, ലോറി റീഡ്, ജൂഡിത്ത് ഹിപ്സ്കിൻഡ്, മാർസൽ ബ്രോക്ക്മാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ദേ ഹാവ് സ്റ്റഡീഡ് ഇറ്റ്. ഇനിയിപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള അവബോധമുള്ള വ്യക്തികളാണ് അവരെന്നോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ഒക്കെ തന്നെ അബ്സല്യൂട്ട്ലി ഇംപെക്കബിൾ ആണ്, ഫോൾട്ട്ലെസ് ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചതെന്നോ. അവർ ചെയ്ത കാര്യം ഞാൻ ചെയ്ത കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള വേൾഡിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള പല പാമിസ്റ്റുകളും എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൈ പരിശോധിച്ചിട്ട് അവരുടെ ഹാൻഡ് പ്രിന്റ്സ് എടുത്തിട്ട് അതിൽ വരുന്ന കോമണാലിറ്റി എന്താണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ 1000 രേഖ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈഫ് ലൈൻ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള മേജർ ലൈൻസ്, ഹെഡ് ലൈനോ ഹാർട്ട് ലൈനോ അല്ലെങ്കിൽ അതേപോലെയുള്ള ലൈൻ ഓഫ് അപ്പോളോ പോലെയുള്ള ചില പ്രത്യേക ലൈനുകളുടെ ഇൻഫ്ലുവൻസ് എന്താണ് ആ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നുള്ളത് വളരെ സനിഷ്കർഷം പഠിച്ച് അവരത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പണ്ട് പഠിച്ച പാമിസ്ട്രി അല്ല ഇപ്പോൾ ഉള്ളത്. പാമിസ്ട്രി ഹാസ് ചേഞ്ച്ഡ് ക്വൈറ്റ് എ ലോട്ട്. ഒരുപാട് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണ്, യുക്തിവാദികളെ ഇതിനകത്ത് എടുത്തിട്ടു. ഇദ്ദേഹം ഇതിനകത്ത് ഇല്ലാത്ത വിഷയങ്ങളാണ് ഓരോന്നായിട്ട് എടുത്തിടുന്നത്. ഇപ്പൊ ട്രെയിൻ തടയുക എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ മുന്നിൽ ചാടുകയാണെന്ന് അദ്ദേഹം ധരിച്ചത് അദ്ദേഹത്തിന്റെ ഗ്രാഹ്യശേഷി. ട്രെയിൻ തടയുക എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ മുന്നിൽ ചാടുകയാണ് എന്ന് അദ്ദേഹം ധരിച്ചത് അദ്ദേഹത്തിന്റെ ഗ്രഹണശേഷിയുടെ പ്രശ്നമാണ്. അത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൽ അദ്ദേഹം പോയി. ഇനി യുക്തിവാദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗാന്ധിയന്മാർ കേരളത്തിൽ എത്ര പേരുണ്ട്, പരിസ്ഥിതിവാദികൾ എത്ര പേരുണ്ട്. ഇപ്പൊ ഒരു കൊതുതിരി കത്തിച്ച് വെച്ചാൽ മതിയല്ലേ, ലക്ഷക്കണക്കിന് കൊതുകൾ അത് മതിയാവും. ബ്രേക്ക് കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം അസംഷൻസ് ഉണ്ട് ഇതിൽ, എത്രത്തോളം സൈക്യാട്രി ഉണ്ട്, എത്രത്തോളം നീഡും ഗ്രീഡും ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. We'll talk about it after the break. I think Vastu Shastram and all that, I think it's based on some kind of science, because if you can't know what's happening to the guy who's right next to you, but somebody can calculate from the stars, I think it requires some sort of faculty that's higher than science, because it's not dependent on so many constant variables or like pressure and temperature and all that. Because in real life, nothing happens like a laboratory without, influences on your atmosphere. Maybe if you had a chart of yourself done by a professional Veda astrologer, then maybe that could be true. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ വിശ്വാസം കൂടുതലായും വരുന്നത്. ഒരു ആർക്കിടെക്റ്റിന് എനിക്കിപ്പോൾ ഡിസൈനിൽ കുറേ വെറൈറ്റീസും കുറേ പുതിയ ഇന്നോവേഷൻസ് വരുത്തേണ്ടി വരും. പക്ഷേ വാസ്തു അതിൽ ഉണ്ടായാൽ ഇറ്റ് ആക്ച്വലി ക്രിയേറ്റ്സ് എ ഫൗണ്ടേഷൻ. Welcome back after the break. You are on Talking Point. Science or superstition? How do we know? Is the topic for tonight on Talking Point. And the debate has been raging on for a while now, even during the break. But again, most of the practitioners of the various streams of beliefs don't believe that it is science per se. But if I call it superstition, how would you react? Sir, ഒരു അന്ധവിശ്വാസം എന്ന് ഞാൻ പറഞ്ഞാൽ ന്യൂമറോളജി അല്ലെങ്കിൽ ഫെങ്ഷുയിയോ അസ്ട്രോളജിയോ ഒരു അന്ധവിശ്വാസം? ഒരിക്കലും അന്ധവിശ്വാസം അല്ല, വിശ്വാസം തന്നെയാണ് വലുത്. ഇപ്പൊ നമ്മൾ പങ്കെടുത്തിരിക്കുന്ന ഇവിടെ വരെ വന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ വന്നത്. വിശ്വാസത്തിൽ ഉപരിയായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പൂജാരിയിൽ നിന്നിട്ട് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു മനുഷ്യ മനസ്സിന്റെ താൽക്കാലികമായ വൈകാരിക ഭാവത്തെ ശമിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധയാണ് ഈ ചെയ്യുന്നത്, നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം.